ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ ശുശ്രൂഷയോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒന്നുകൂടെ എടുത്ത് പറയണത്, കുറച്ച് പേർക്ക് ഇങ്ങനെ ഇമെയിൽ അയച്ചു, അച്ഛൻ ഇത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 9 മണിക്കൊക്കെ തന്നെ അച്ഛൻ ഇടുന്നുണ്ടോ അതോ നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർത്തിയിട്ടില്ല, ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ നിങ്ങളത് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഞാൻ നമ്മുടെ പഴയ ചാനലിൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രാത്രി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇത് സ്വീകരിക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇന്ന് നിങ്ങളോടൊരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ ഉറക്കാൻ വിടാൻ വേണ്ടി പോവാണ്. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഇങ്ങനെ യോഹന്നാൻ ശ്ലീഹ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ഈശോ നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനാകയാൽ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് സമാധാനം കണ്ടെത്താം. കർത്താവ് നമ്മുടെ ഹൃദയത്തെ അറിയുന്നു, നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് അവിടുത്തെ സന്നിധിയിൽ സമാധാനം കണ്ടെത്താം. നമുക്ക് സമാധാനക്കേട്, ഉറക്കമില്ലായ്മ, ടെൻഷൻസ് എല്ലാം നമുക്ക് വരുമല്ലോ. നമ്മൾ കുഞ്ഞു മനുഷ്യരല്ലേ, എല്ലാ ദിവസവും അതിൻ്റെതായ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഒരു സമാധാനം കിട്ടാണ്ടൊക്കെ നമ്മൾ സങ്കടപ്പെടുന്നുണ്ടാവും. എന്നാളൊരു വചനം നമ്മളിങ്ങനെ വായിച്ചില്ലേ, അവൻ നമ്മുടെ സമാധാനമാണ് അല്ലേ. എഫേസ്യസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചു, അവൻ നമ്മുടെ സമാധാനം, ഈസ് അവർ പീസ്. യോഹന്നാൻ ശ്ലീഹ അത് മറ്റൊരു രീതി പറയുകയാണ്, നമുക്ക് നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്, അതുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ നമുക്ക് സമാധാനം കണ്ടെത്താം. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമ്മളിപ്പോൾ ചിലപ്പോൾ അധ്വാനിക്കുന്നു, പഠിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചിലപ്പോൾ ആളുകൾ നമ്മളെ മനസ്സിലാക്കണമെന്നില്ല. നമുക്ക് തെറ്റിദ്ധാരണകൾ വരാം, നമ്മളെ തെറ്റിദ്ധരിക്കാം, നമുക്ക് വിഷമങ്ങൾ വരാം, നമുക്ക് സങ്കടങ്ങൾ വരാം, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള മുറിവുകൾ എല്ലാം എന്തോരം സാധനങ്ങളാണ് ഒരു ദിവസം നമ്മളെ വീർപ്പ് മുട്ടിക്കണേ. നമുക്ക് സമാധാനം കെടുത്തിക്കളയുന്ന നൂറുകണക്കിന് കാര്യങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുക, അവൻ നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. നിങ്ങൾ അധ്വാനിച്ചു, മറ്റൊരാൾ മനസ്സിലാക്കിയില്ലേ? നിങ്ങൾ സ്നേഹിച്ചു, അത് അയാൾ തിരിച്ചറിഞ്ഞില്ലേ? നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന ഒരാളില്ലേ? ഈ രാത്രിയിൽ ശാന്തമായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ ഇത് സഹായിക്കട്ടെ എന്ന് വെച്ചും പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ ഹൃദയത്തെ അറിയുന്ന ഒരാളുണ്ട്, ഈശോ. ആ ഈശോയുടെ സന്നിധിയിലാണ് നിനക്ക് സമാധാനം കിട്ടുക. വേറെ ആരുടെയും സാന്നിധ്യത്തല്ല, വേറെ ആരുടെയും അടുത്തല്ല, വേറെ ഒന്നും ചെയ്യുമ്പോഴല്ല, ഈശോയുടെ സന്നിധിയിൽ നിനക്ക് സമാധാനം കണ്ടെത്താൻ പറ്റും. നാളെ സമയം കിട്ടുകയാണെങ്കിൽ എപ്പോഴേലും നിങ്ങളുടെ അടുത്തൊരു ആരാധന ചാപ്പലുണ്ടെങ്കിൽ പകലെപ്പോഴെങ്കിലും പോയിട്ട് കുറച്ച് നേരം ഒന്ന് അഡോറേഷൻ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കാവും. നിങ്ങളുടെ അടുത്ത് അങ്ങനെ ആരാധന ചാപ്പലൊന്നും ഇല്ല, നിങ്ങൾ മറ്റൊരു രാജ്യത്ത് ചില ലിമിറ്റഡ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് തുറന്നു വെച്ച് ഒരല്പസമയം ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചു കിട്ടുന്നൊരു വചനഭാഗം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നേ. ആ വചനത്തിലൂടെ ഈശോയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് നിറയട്ടെ. ആ സാന്നിധ്യം നിങ്ങൾക്ക് സമാധാനം തരട്ടെ. ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുക. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ആശീർവാദം തരാൻ വേണ്ടി പോവാണ്. കർത്താവ് ഈശോ മിശിഹായെ, അങ്ങ് എനിക്ക് നൽകിയ പൗരോഹിത്യ ശുശ്രൂഷയുടെ സ്നേഹത്തിൻ്റെ അധികാരത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഈ സമയം ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ സന്നിധിയിൽ ഇവരെ സമാധാനം കണ്ടെത്തട്ടെ. ഈശോയെ, അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ അറിയുന്നല്ലോ. അങ്ങയുടെ പ്രിയപ്പെട്ട മകനെ, അങ്ങയുടെ പ്രിയപ്പെട്ട മകളെ ഈ രാത്രി ശാന്തമാക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ വിശ്രമം കണ്ടെത്താൻ കൃപ നൽകണമേ. കർത്താവെ, നാളെ ഉണർന്നെഴുന്നേറ്റ് നിനക്ക് വേണ്ടി ജീവിക്കാൻ, സമാധാനത്തോടെ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാനുള്ള കൃപ നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.